Hi all. Next topic is runtime environments. Runtime means program in execution. Then runtime environment is a state of target machine. അതായത് ഒരു ടാർഗറ്റ് മെഷീൻ്റെ പർട്ടിക്കുലർ സ്റ്റേറ്റിനെയാണ് നമ്മൾ റൺ ടൈം എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത്. വിച്ച് ഇൻക്ലൂഡ്സ് സോഫ്റ്റ്വെയർ ലൈബ്രറീസ് ആൻഡ് എൻവയോൺമെൻറ്റ് വേരിയബിൾസ്. ഒരു പ്രോസസ്സ് റൺ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സോഫ്റ്റ്വെയർ ലൈബ്രറീസും അത് അസോസിയേറ്റ് ചെയ്യുന്ന എൻവയോൺമെൻറ്റ് വേരിയബിൾസും റണ്ണിങ് നടത്താൻ വേണ്ടിയിട്ടുള്ള ആവശ്യമായിട്ടുള്ള വേരിയബിൾസ് അതെല്ലാം കൂടെ കൂടിയതാണ് റൺ ടൈം എൻവയോൺമെൻറ്റ്. ദാറ്റ് പ്രൊവൈഡ് സർവീസസ് ടു ദ പ്രോസസ് റണ്ണിങ് ഇൻ ദ സിസ്റ്റം. ഒരു സിസ്റ്റത്തിൽ ഒരു പ്രോസസ്സ് റൺ ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള എല്ലാ സർവീസും പ്രൊവൈഡ് ചെയ്യുന്ന എൻവയോൺമെൻറ്റാണ് റൺ ടൈം എൻവയോൺമെൻറ്റ്. നെക്സ്റ്റ് ഈസ് റൺ ടൈം സപ്പോർട്ട് സിസ്റ്റം. ഇറ്റ് ഈസ് എ പാക്കേജ് വിച്ച് ഫെസിലിറ്റേറ്റ് ദ കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ പ്രോസസ് ആൻഡ് റൺ ടൈം എൻവയോൺമെൻറ്റ്. റൺ ടൈം സപ്പോർട്ട് സിസ്റ്റം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ പാക്കേജ് ആണ്. അതെന്തിനാണ് സഹായിക്കുന്നത്? ഇറ്റ് ഈസ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ പ്രോസസ്സും റൺ ടൈം എൻവയോൺമെൻറ്റും തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന ഒരു സപ്പോർട്ട് സിസ്റ്റമാണ് റൺ ടൈം സപ്പോർട്ട് സിസ്റ്റം. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഇപ്പോൾ എന്താണ് റൺ ടൈം എൻവയോൺമെൻറ്റ് എന്നുള്ള ഇൻട്രൊഡക്ഷൻ പറഞ്ഞു. ഇനി അതിന് ഡീറ്റെയിൽഡ് ആയിട്ട് പോവുകയാണ്. ആക്ഷൻസ് നീഡഡ് അറ്റ് എ റൺ ടൈം ടു കമ്പൈൽ ആൻഡ് റൺ എ പ്രോഗ്രാം. Okay, some actions is needed for the compilation and running of a particular program are: first one is source language issue, second is storage organization, and third one is storage allocation strategies. അതായത് ഒരു പർട്ടിക്കുലർ പ്രോഗ്രാം കമ്പൈൽ ചെയ്യാനും റൺ ചെയ്യാനും നമുക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. അതിനകത്ത് ഫസ്റ്റ് വൺ ആണ് സോഷ്യൽ ലാംഗ്വേജ് ഇഷ്യൂ, സെക്കൻഡ് വൺ ഈസ് storage organization, and third one is storage allocation strategies. നമ്മൾ ഫസ്റ്റ് പറയാൻ പോകുന്ന ടോപ്പിക്കാണ് സോഴ്സ് ലാംഗ്വേജ് ഇഷ്യൂസ്. ഡിഫറെൻറ്റ് ഇഷ്യൂസ് റിലേറ്റഡ് ടു ദി സോഴ്സ് ലാംഗ്വേജ് ആർ. കുറച്ച് ഇഷ്യൂസ് പറയുവാണ്. ഫസ്റ്റ് വൺ ഈസ് പ്രൊസീജിയേഴ്സ്, സെക്കൻഡ് വൺ ഈസ് ആക്ടിവേഷൻ ട്രീ, തേർഡ് വൺ ഈസ് കൺട്രോൾ സ്റ്റാക്ക് ഫോർ ദി സ്കോപ്പ് ഓഫ് ഡിക്ലറേഷൻ, ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് ബൈൻഡിങ് ഓഫ് നെയിംസ്. പിന്നെ ഇത് ഓരോന്നിനെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഫസ്റ്റ് വൺ ഈസ് പ്രൊസീജിയർ. അപ്പോൾ എന്താണ് പ്രൊസീജിയർ എന്ന് നമുക്കറിയാം. പ്രൊസീജിയർ ഇസ് എ കളക്ഷൻ ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഫോർ പെർഫോമിങ് എ പർട്ടിക്കുലർ ടാസ്ക്. ഒരു പർട്ടിക്കുലർ ടാസ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എഴുതുന്ന ഗ്രൂപ്പ് ഓഫ് ഇൻസ്ട്രക്ഷൻസിനെ അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സിനെയാണ് പ്രൊസീജിയർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഫംഗ്ഷന് ഒരു കോളും ഉണ്ടായിരിക്കും, ഒരു ഡെഫിനിഷനും ഉണ്ടായിരിക്കും. താഴെ ഒരു എക്സാമ്പിൾ കാണിച്ചിട്ടുണ്ട്. അത് ജാവ പ്രോഗ്രാമിൽ സം കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫംഗ്ഷനാണ്. ഇപ്പോൾ ഒരു മെയിൻ പ്രോഗ്രാം ഉണ്ട്, അതാണ് പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ. ഇതിനവിടെ രണ്ട് വേരിയബിൾസ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. എ ഇസ് ഈക്വൽ ടു 10 ആൻഡ് ബി ഇസ് ഈക്വൽ ടു 20. ദെൻ അനദർ വേരിയബിൾ ഇസ് സി ഈക്വൽ ടു സം ഓഫ് എ ബി. സം ഈസ് എ ഫംഗ്ഷൻ നെയിം. ദെൻ ബ്രാക്കറ്റിൽ ആർഗ്യുമെൻറ്റ്സ് ആണ്. എ ആൻഡ് ബി ആർ ദി ആക്ച്വൽ ആർഗ്യുമെൻറ്റ്സ്. ആക്ച്വൽ ആർഗ്യുമെൻറ്റ്സ് മീൻസ് എന്ത് ആർഗ്യുമെൻറ്റ്സ് ആണോ ഫംഗ്ഷൻ ഡെഫിനിഷനിലേക്ക് പാസ് ചെയ്യുന്നത് ആ ആർഗ്യുമെൻറ്റ്സിനെ പറയുന്ന പേരാണ് ആക്ച്വൽ ആർഗ്യുമെൻറ്റ്. ആക്ച്വൽ ആർഗ്യുമെൻറ്റ് മീൻസ് ആർഗ്യുമെൻറ്റ്സ് വിച്ച് ആർ പാസ്ഡ് ടു എ പ്രൊസീജിയർ. എന്ത് ആർഗ്യുമെൻറ്റ്സ് ആണോ ഒരു പ്രൊസീജിയറിലേക്ക് പാസ് ചെയ്യുന്നത് അതിനെയാണ് നമ്മൾ ആക്ച്വൽ ആർഗ്യുമെൻറ്റ് എന്ന് പറയുന്നത്. എ ആൻഡ് ബി ആർ ദി ആക്ച്വൽ ആർഗ്യുമെൻറ്റ്. അതായത് ആർഗ്യുമെൻറ്റ്സ് ഇൻ ദി ഫംഗ്ഷൻ കോൾ. സം ഓഫ് എ ബി, എ കോമ ബി ഇസ് എ ഫംഗ്ഷൻ കോൾ ആണ്. സം ഓഫ് എ കോമ ബി എന്ന് കണ്ടു കഴിഞ്ഞാൽ ഉടനെ തന്നെ കൺട്രോൾ ഈസ് പാസ്ഡ് ടു ദി ദിസ് പോയിന്റ്. ഓക്കെ, കൺട്രോൾ ഈസ് പാസ്ഡ് ടു ദി ഇൻഡ് സം. അപ്പോൾ ഇവിടെ നിന്ന് ഒരു കോളിംഗ് ഫംഗ്ഷൻ കോൾ കണ്ടു കഴിഞ്ഞാൽ നേരെ കൺട്രോൾ ഇങ്ങോട്ട് വരും. അവിടെ വന്നു കഴിഞ്ഞപ്പോൾ ദർ ഈസ് അനദർ ടു വേരിയബിൾ ഇൻഡ് പി ആൻഡ് ഇൻഡ് ക്യൂ. ഓക്കെ, അവിടെ എന്ത് സംഭവിക്കുന്നത്? നമ്മൾ എയിലും ബിയിലും എന്ത് വാല്യൂസ് ആണോ കൊടുത്തത് ദാറ്റ് വാല്യൂസ് ഈസ് പാസ്ഡ് ടു ഹിയർ. അപ്പോൾ ദ വാല്യൂ ഓഫ് എ ദാറ്റ് ഈസ് 10 is passed to the P, and the value of B that is 20 is passed to the Q. So P is equal to 10 and Q is equal to 20. Then return P plus Q means adding the P and Q and return the value of 30 into the calling portion. Calling portion, there is a variable for accessing this value.
ഈ വാല്യൂ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു കോളിംഗ് പോർഷനകത്തൊരു വേരിയബിൾ ഉണ്ട്, അതിൻ്റെ പേരാണ് സി. ദെൻ സി ഈസ് പ്രിൻറ്റിങ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു ഫങ്ഷൻ അല്ലെങ്കിൽ പ്രൊസീജിയർ. അപ്പോൾ ഇത്രയാണ് ഫങ്ഷൻ ഓർ പ്രൊസീജിയർ ഡെഫിനിഷൻ. ദെൻ പ്രൊസീജിയർ കോൾ എന്ന് പറയുന്നത് ഇൻറ്റു സി ഈക്വൽ ടു സം ഓഫ് എ ബി, അതാണ് പ്രൊസീജിയർ കോള്. ഓക്കെ, അതൊക്കെ ഓൾറെഡി നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യങ്ങളാണ്. ദെൻ വാട്ട് ആർ ആക്ച്വൽ ആൻഡ് ഫോർമൽ ആർഗ്യുമെൻറ്റ്സ്? ഹിയർ actual arguments are A and B and formal arguments are P and Q. Formal arguments means arguments appears in the procedure definition. ഓക്കെ, അപ്പോൾ ഇത്രയാണ് പ്രൊസീജിയറിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത് മെയിനായിട്ടും. ദെൻ നമുക്ക് രണ്ടാമത്തെ ടോപ്പിക്കിലേക്ക് പോകാം. രണ്ടാമത്തെ ടോപ്പിക് ഈസ് ആക്ടിവേഷൻ ട്രീ. എന്താണ് ആക്ടിവേഷൻ ട്രീ? എക്സിക്യൂഷൻ ഓഫ് പ്രൊസീജിയർ ബോഡി ഈസ് കോൾഡ് ആക്ടിവേഷൻ. അതായത് ഒരു പ്രൊസീജിയർ എക്സിക്യൂഷൻ നടത്തുന്നതാണ് ആക്ടിവേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ നെക്സ്റ്റ് ഈസ് ആക്ടിവേഷൻ ട്രീ. ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഡെപ്പിക്റ്റ് ദ വേ കൺട്രോൾ എൻറ്റേഴ്സ് ആൻഡ് ലീവ്സ് ദ ആക്ടിവേഷൻ. ദാറ്റ് മീൻസ് നമ്മുടെ കയ്യിൽ രണ്ട് പ്രൊസീജിയർ ഉണ്ട്, എ ആൻഡ് ബി. അപ്പോൾ എ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അപ്പോൾ അതിനെ നമ്മൾ ആക്ടിവേഷൻ എന്ന് പറയുന്നു. ദെൻ എ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്ക് ബി കോൾ ചെയ്യണം, അപ്പോൾ എ കോൾസ് ബി. ദെൻ ആക്ടിവേഷൻ ട്രീ മീൻസ് അതിൻ്റെ, അതായത് ഒരു ട്രീ ആണ്, അതിനകത്ത് പറഞ്ഞിട്ടുണ്ടാവും എപ്പോഴാണ് ഓരോന്നിനകത്തേക്ക് കയറുന്നതും ഇറങ്ങുന്നതെന്നും. അപ്പോൾ എയും ബിയും തമ്മിൽ ഒരു കണക്ഷനുണ്ട്. അപ്പോൾ അങ്ങനെ കണക്ഷൻ വരയ്ക്കുന്നതിനെയാണ് നമ്മൾ ട്രീ എന്ന് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ലൈഫ് ടൈം ഓഫ് എ പ്രൊസീജിയർ എന്താണെന്നൂടെ നോക്കാം. ലൈഫ് ടൈം ഓഫ് എ പ്രൊസീജിയർ പി ഇസ് ദ സീക്വൻസ് ഓഫ് സ്റ്റെപ്സ് ബിറ്റ്വീൻ ദ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് സ്റ്റെപ്പ് ഇൻ ദ എക്സിക്യൂഷൻ ഓഫ് പ്രൊസീജിയർ. ഇപ്പോൾ ഒരു പ്രൊസീജിയർ എക്സിക്യൂഷൻ ചെയ്യുന്നതിൻ്റെ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് സ്റ്റെപ്പിനിടയിൽ വരുന്ന എല്ലാ സ്റ്റെപ്പുകളെയും പറയുന്ന പേരാണ് ലൈഫ് ടൈം ഓഫ് എ പ്രൊസീജിയർ. ഇനി നമുക്ക് എങ്ങനെയാണ് ഒരു ആക്ടിവേഷൻ ട്രീ വരയ്ക്കുന്നത് നോക്കാം. ആക്ടിവേഷൻ്റെ ഒരു പിക്ടോറിക്കൽ റെപ്രസെൻറ്റേഷനാണ് ആക്ടിവേഷൻ ട്രീ. ഇപ്പോൾ ഒരു ഫസ്റ്റ് ഒരു എക്സാമ്പിൾ, എസും ആറും രണ്ട് പ്രൊസീജിയേഴ്സാണ്. അപ്പോൾ എസ് ആണ് ഇതിൻ്റെ മെയിൻ പ്രൊസീജിയർ. ദെൻ എസ് കോൾസ് ആർ, അതാണ് ഇവിടെ ഉദ്ദേശിച്ചേക്കുന്നത്. എസ്സിൽ നിന്ന് ഒരു വര വരച്ചേക്കുന്നു ആറിലേക്ക്, അതിൻ്റെ ഉദ്ദേശം എസ് കോൾസ് ആർ എന്നാണ്. ഓക്കെ, ദെൻ ആർ കംപ്ലീറ്റ് ആയാൽ ദ കൺട്രോൾ ഈസ് റിട്ടേൺ ടു ദി എസ്. നെക്സ്റ്റ് ഒരു ഫിഗർ, എസ് ഗീവ്സ് ആർ ഉണ്ട്, പക്ഷെ ആർ കംപ്ലീറ്റഡ് ആയി, അതാണ് ഡോട്ടഡ് ലൈൻ കൊണ്ട് ഉദ്ദേശിച്ചേക്കുന്നത്. നെക്സ്റ്റ് പോയിന്റ്, എസ് ഹിയർ ആഫ്റ്റർ ദ കംപ്ലീഷൻ ഓഫ് ആർ ദ കൺട്രോൾ ഈസ് റിട്ടേൺ ടു ദി എസ്. At that time, S calls another function that is Q. R complete ആയ ഉടനെ എസ് അടുത്ത ഫംഗ്ഷനെ കോൾ ചെയ്തു Q. അതാണ് ഈ റെപ്രസെൻ്റ് ചെയ്തേക്കുന്നത്. അവിടെ ആർഗ്യുമെൻറ്റ്സ് ആയിട്ട് എസ് പാസ് ചെയ്തത് 1 and 9 ആണ്. അതാണ് ആർഗ്യുമെൻറ്റ്സ് ആയിട്ട് ക്യൂവിൻ്റെ കാണിച്ചേക്കുന്നത്. നെക്സ്റ്റ് അനദർ വൺ ഈസ് അനദർ ഫിഗർ. ഇവിടെ ഫസ്റ്റിലെ എസ് കോൾസ് ആർ, then R complete ആയി, controller transferred to S, then next S calls Q with using two parameters 1 and 9. Next S Q complete ചെയ്യുന്നതിന് മുന്നേ Q എന്ത് ചെയ്തു, calls P. അപ്പോൾ S ആണ് മെയിൻ നോഡ്, അതിന് പറയുന്ന റൂട്ട് നോഡ് എന്നാണ്. ഓരോ നോഡ് എന്നാണ് ഈ ട്രീയിൽ ഓരോ എലമെൻറ്റിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ S ഈസ് എ റൂട്ട് നോഡ്. ദെൻ R കംപ്ലീറ്റ് ആയി, പക്ഷേ ക്യൂ കംപ്ലീറ്റ് അല്ല, ക്യൂ കോൾസ് അനദർ ഫംഗ്ഷൻ ദാറ്റ് ഈസ് പി വിത്ത് ആർഗ്യുമെൻറ്റ് 1 and 9. അപ്പോൾ ഇതാണ് ഒരു ആക്ടിവേഷൻ ട്രീ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ദെൻ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ട്രാവേഴ്സിൽ ഡെപ്ത് ഫസ്റ്റ് ട്രാവേഴ്സിലാണ്. ഡെപ്ത് ഫസ്റ്റ് ട്രാവേഴ്സൽ മീൻസ് സ്റ്റാർട്ട് അറ്റ് റൂട്ട് നോഡ് ആൻഡ് വിസിറ്റ് ദാറ്റ് നോഡ്. ഫസ്റ്റിലെ റൂട്ട് നോഡ് സ്റ്റാർട്ട് ചെയ്യുന്നു, ദെൻ റിക്കേഴ്സീവ്ലി വിസിറ്റ് ചിൽഡ്രൻ ലെഫ്റ്റ് ടു റൈറ്റ് ഓർഡർ. റിക്കേഴ്സീവായിട്ട് ചിൽഡ്രനെ വിസിറ്റ് ചെയ്യുന്നു ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. ഓക്കെ, അപ്പോൾ ഇവിടെ ആദ്യം വിസിറ്റ് ചെയ്യുന്ന എസ്, ദെൻ അതിൻ്റെ ചൈൽഡാണ് ആറ്, ദെൻ ക്യൂ, ദെൻ അതിൻ്റെ ഉള്ളിൽ നിന്ന് പി. ഓക്കെ, അതാണ് ഡെപ്ത് ഫസ്റ്റ് ട്രാവേഴ്സിലാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് സെക്കൻഡ് പോയിന്റ്. ഫസ്റ്റ് പോയിന്റ് സോഷ്യൽ ഇഷ്യൂവിൽ വരുന്ന ഫസ്റ്റ് പോയിന്റ് ഈസ് പ്രൊസീജിയർ, സെക്കൻഡ് പോയിന്റ് ഈസ് ആക്ടിവേഷൻ ട്രീ. നെക്സ്റ്റ് തേർഡ് പോയിന്റ് ഈസ് കൺട്രോൾ സ്റ്റാക്ക്. Here we use a control stack that is used for keep tracking of live procedure activations.
ലൈവ് പ്രൊസീജിയർ ആക്ടിവേഷൻ മീൻസ് ഇപ്പം ഏത് പ്രൊസീജിയറാണോ എക്സിക്യൂഷനിലിരിക്കുന്നത് അതിൻ്റെ ഡേറ്റ സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കൺട്രോൾ സ്റ്റാക്ക് യൂസ് ചെയ്യുന്നത്. The idea is to push the node into the control stack when the activation of procedure begins. ഇപ്പോൾ ഒരു പ്രൊസീജിയറിനെ ആക്ടിവേഷൻ അല്ലെങ്കിൽ ആ പ്രൊസീജിയർ ബിഗിൻ ചെയ്യുമ്പോൾ ദാറ്റ് പ്രൊസീജിയറിൻ്റെ എന്താണെന്നുള്ള പ്രൊസീജിയറിൻ്റെ ഡേറ്റ ഇസ് പുഷ് ഇൻ ടു ദി കൺട്രോൾ സ്റ്റാക്കിലേക്ക് പോകും. ആൻഡ് പോപ്പ് ദ നോഡ് വെൻ ദ ആക്ടിവേഷൻ എൻഡ്സ്. എപ്പോഴാണോ പ്രൊസീജിയർ കംപ്ലീറ്റ് ആവുന്നത് അന്നേരം ആ നോഡിനെ പോപ്പ് ചെയ്യും കൺട്രോൾ സ്റ്റാക്കിൽ നിന്ന്. ഇതാണ് കൺട്രോൾ സ്റ്റാക്കിൻ്റെ മെയിൻ ഐഡിയ വരുന്നത്. ദെൻ ഇപ്പം എങ്ങനെയാണ് ഒരു കൺട്രോൾ സ്റ്റാക്ക് വർക്ക് ചെയ്യുന്നതെന്ന് കാണിക്കാം. ഫസ്റ്റ് ആക്ടിവേഷൻ റെക്കോർഡ്, ആക്ടിവേഷൻ ട്രീ നമ്മൾ ഓൾറെഡി വരച്ച ആക്ടിവേഷൻ ട്രീ തന്നെയാണ്. ദെൻ എങ്ങനെയാണ് അതിൻ്റെ കൺട്രോൾ സ്റ്റാക്ക്? ഫസ്റ്റ് എസ് ഗീവ്സ് ആർ ആണ്, അതായത് എസ് ആറിനെ കോൾ ചെയ്യുന്നു. ആ സമയത്ത് കൺട്രോൾ സ്റ്റാക്ക് കണ്ടെയ്ൻസ് 2 പ്രൊസീജിയേഴ്സ് എസ് ആൻഡ് ആർ. അതായത് എസ്സും ആക്റ്റീവാണ് ആറും ആക്റ്റീവാണ്. ഓക്കെ, ഇതിന് രണ്ടാമത്തെ ഫിഗറിൽ എസ് കംപ്ലീറ്റഡ്, എസ്സിൽ നിന്ന് എസ് കോൾസ് ആർ ബട്ട് ആർ ഈസ് കംപ്ലീറ്റഡ്, ആർ കംപ്ലീറ്റ് ആയി. അതുകൊണ്ട് ആറ് നമ്മുടെ കൺട്രോൾ സ്റ്റാക്കിൽ കാണിക്കണ്ട. ദെൻ അനദർ വൺ ഈസ് എസ് കോൾസ് ക്യൂ. അപ്പോൾ എസ്സും ക്യൂ മാത്രമാണ് ഇപ്പോൾ ആക്റ്റീവ് ആയിട്ടുള്ളത്. ഇപ്പോൾ ഏതാണ് കറൻ്റിലി ആക്റ്റീവ് അല്ലെങ്കിൽ എക്സിക്യൂഷനിൽ അതാ മാത്രം കാണിച്ചാൽ മതി. നെക്സ്റ്റ് ഫിഗറിനകത്ത് എസ് ഇതുപോലെ തന്നെ ആറിനെ കോൾ ചെയ്തു, ആറ് കംപ്ലീറ്റ് ആയി. അത് കഴിഞ്ഞിട്ട് എസ് ക്യൂവിനെ കോൾ ചെയ്തു, ദെൻ ക്യൂ പീനെ കോൾ ചെയ്തു. അപ്പോൾ ഇപ്പോൾ അറ്റ് എ ടൈം 3 ഇവിടെ ആക്റ്റീവാണ്, എസ്സും ക്യൂവും പിയും. അപ്പോൾ ഇതാണ് കൺട്രോൾ സ്റ്റാക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് പോയിന്റ് ഈസ് സ്കോപ്പ് ഓഫ് ഡിക്ലറേഷൻ. എന്താണ് ഒരു ഡിക്ലറേഷൻ്റെ സ്കോപ്പ്? നമ്മൾ സ്കോപ്പ് ഓഫ് എ വേരിയബിൾ അങ്ങനെ അതെല്ലാം പഠിച്ചേക്കുന്നതാണ് ഓൾറെഡി. അപ്പോൾ ഒന്നുകൂടെ പറയാം, എന്താണ് സ്കോപ്പ് റൂൾ? ഡിറ്റർമൈൻ വിച്ച് ഡിക്ലറേഷൻ ഓഫ് നെയിം അപ്ലൈസ് വെൻ ദ നെയിം അപ്പിയേഴ്സ് ഇൻ ദി ടെക്സ്റ്റ് പ്രോഗ്രാം. അതായത് ഇപ്പോൾ ഒരു പേര് ഒരിടത്ത് കണ്ടു, ഓക്കെ, അതിൻ്റെ സ്കോപ്പ് എന്താണ്, അത് എവിടെയാണ് വർക്ക് ചെയ്യാൻ പറ്റുന്നത്, അതാണ് ഉദ്ദേശിച്ചേക്കുന്നത്. അതൊരു എക്സാമ്പിൾ സഹിതം പറഞ്ഞുതരാം. സം ഓഫ് ഇൻറ്റ് പി കോമ ഇൻറ്റ് ക്യൂ എന്നുള്ളൊരു സം എന്നുള്ളൊരു ഫംഗ്ഷൻ ഉണ്ട്. അതിനകത്തൊരു വേരിയബിൾ ഉണ്ട് 6. അപ്പോൾ ഇവിടെ 3 വേരിയബിൾസ് ഉണ്ട്, പി എ ക്യൂ 6. ദെൻ അടുത്ത ഡിഫ് എന്നുള്ളൊരു ഫംഗ്ഷൻ, അവിടെയും 3 വേരിയബിൾസ് പി എ ക്യൂ 6. പക്ഷേ ഈ 2 വേരിയബിൾസും തമ്മിൽ ബന്ധങ്ങളൊന്നുമില്ല. ഒരു പ്രോഗ്രാമിൽ യൂസ് ചെയ്യുവാണെങ്കിലും ഇത് ഡിഫറെൻ്റ് ആയിട്ട് ആക്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ ഫസ്റ്റ് സമ്മിൻ്റെ പിയും ക്യൂവും 6നും എവിടെ മാത്രമേ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ? ഈ സം എന്നുള്ള ഫംഗ്ഷനിൽ മാത്രമേ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം അത് ഡിക്ലെയർ ചെയ്തേക്കുന്നത് ഇപ്പം നമുക്ക് ഒരു മെയിൻ പ്രോഗ്രാമിലാണ് പിയും ക്യൂവും ഡിക്ലെയർ ചെയ്തെങ്കിൽ ഏത് ഫംഗ്ഷനിലും അത് യൂസ് ചെയ്യാം. പക്ഷെ ഇവിടെ പിയും ക്യൂവും 6ഉം ഡിക്ലെയർ ചെയ്തേക്കണം വിത്തിൻ ദി സം ഫംഗ്ഷൻ. ഇവിടെ ഡിഫിൻ്റെ കേസിലും പിയും ക്യൂവും 6ഉം ഡിക്ലെയർ ചെയ്തേക്കുന്ന വിത്തിൻ ദി ഡിഫ് എന്നുള്ള ഒരു ഫംഗ്ഷൻ്റെ ഉള്ളിലാണ്. അപ്പോൾ ഇതാണ് സ്കോപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എവിടെയാണ് അതിൻ്റെ ലൈഫ്, എവിടെ മാത്രമാണ് അത് ആക്റ്റീവ് ആകുള്ളൂ, അതാണ് സ്കോപ്പ് ഓഫ് ഡിക്ലറേഷൻ. നെക്സ്റ്റ് ടോപ്പിക് ഈസ് ബൈൻഡിങ് ഓഫ് നെയിംസ്. എന്താണ് ബൈൻഡിങ് ഓഫ് നെയിംസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ബൈൻഡിങ് ഓഫ് നെയിംസ് മീൻസ് ആ ഫിഗറിലേക്ക് നോക്കുക. 2 സ്റ്റേജ് മാപ്പിംഗ് ഫ്രം നെയിംസ് ടു വാല്യൂസ്. ഇപ്പോൾ നമ്മളൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തു, ഇൻറ്റ് എക്സ് എന്നുള്ളൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. അപ്പോൾ നമുക്കറിയാം എന്താണ് സംഭവിക്കുന്നത്. എക്സിന് വേണ്ടിയിട്ട് ഒരു സ്പേസ് ഉണ്ടായി വരും മെമ്മറിയിൽ. അപ്പോൾ ഫസ്റ്റ് സ്റ്റോറേജ് ആണ്. അപ്പോൾ ആ സ്പേസ് ഉണ്ടായി വരുന്ന ബേസ്ഡ് ഓൺ നമ്മൾ കൊടുത്തേക്കുന്ന ഡേറ്റ ടൈപ്പിനനുസരിച്ചിട്ടായിരിക്കും. അപ്പോൾ ആ ഒരു പ്രോസസ്സ്, ആ സ്പേസ് ഉണ്ടാവുന്ന ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ എക്സ്, ഇപ്പോൾ നമ്മുടെ കേസിൽ എക്സ് ആണ്, ആ എക്സിനെ ഒരു പർട്ടിക്കുലർ സ്ഥലത്തേക്ക് മെമ്മറിയിലേക്ക് സ്റ്റോർ ചെയ്യുന്ന ഒരു പ്രോസസ്സ്, അതാണ് ബൈൻഡിങ് ഓഫ് നെയിംസ്. ഇവിടെ നെയിം ഈസ് കൺസിഡർഡ് ആസ് എക്സ് ആൻഡ് സ്റ്റോറേജ് ഈസ് എസ്. ദെൻ അപ്പോൾ എൻവയോൺമെൻറ്റ് എന്താണ്? ദ ടേം എൻവയോൺമെൻറ്റ് റെഫേഴ്സ് ടു എ ഫംഗ്ഷൻ ദാറ്റ് മാപ്സ് എ നെയിം ടു സ്റ്റോറേജ് ലൊക്കേഷൻ. എൻവയോൺമെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു നെയിം അതിൻ്റെ പർട്ടിക്കുലർ സ്റ്റോറേജ് ലൊക്കേഷനിലേക്ക് മാപ്പ് ചെയ്യുന്ന പ്രോസസ്സാണ് എൻവയോൺമെൻറ്റ്. ദെൻ നെക്സ്റ്റ് ആ സ്റ്റോറേജ് കിട്ടിയാൽ ആ സ്റ്റോറേജിൽ നിന്ന് വാല്യൂയിലേക്ക് പോവുക, അതായത് ഒരു പർട്ടിക്കുലർ വാല്യൂ ആ ലൊക്കേഷനിലേക്ക് അസൈൻ ചെയ്യുവാണ്. ഓക്കെ, അതാണ് സ്റ്റേറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദ ടേം സ്റ്റേറ്റ് റെഫേഴ്സ് ടു എ ഫംഗ്ഷൻ that maps a storage location to the value held there.
ഇപ്പോൾ ആ സ്റ്റോറേജ് ലൊക്കേഷനിൽ എന്താണോ വാല്യൂ കൊടുത്തേക്കുന്നത് അതാണ് അതിനെ മാപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ അത് ബൈൻഡ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ടേമാണ് സ്റ്റേറ്റ്. ഓക്കെ, അപ്പോൾ ഇതാണ് ബൈൻഡിങ് ഓഫ് നെയിംസിൽ വരുന്നത്. When an environment associates storage location S with a name X, we say that X is bound to S. This association is referred to as binding of X. അതായത് എക്സും എസ്സും തമ്മിൽ മാപ്പ് ചെയ്യുന്ന അല്ലെ കണക്ട് ചെയ്യുന്നതിനെ പറയുന്ന പേരാണ് ബൈൻഡിങ് ഓഫ് നെയിംസ്. ഓക്കെ, ദെൻ എൻവയോൺമെൻറ്റ്സ് ആൻഡ് സ്റ്റേറ്റ്സ് ആർ ഡിഫറെൻറ്റ്. എൻവയോൺമെൻറ്റ് മീൻസ് എന്താണ്? ഒരു നെയിമിനെ ഒരു സ്റ്റോറേജ് ലൊക്കേഷനിലേക്ക് ഇടുന്നതാണ് എൻവയോൺമെൻറ്റ്. സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്റ്റോറേജ് ലൊക്കേഷനിൽ കിടക്കുന്ന വേരിയബിളിന് ഒരു വാല്യൂ കൊടുക്കുക. അപ്പോൾ നമ്മളൊരു അസൈൻമെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് A = 200 കൊടുത്തു. അവിടെ എന്തുമാത്രമേ ചേഞ്ച് ആവുന്നുള്ളൂ? സ്റ്റോറേജ് ലൊക്കേഷൻ മാറുന്നുണ്ടോ? ഇല്ല, എയുടെ വാല്യൂ 200 ആയിട്ട് ചേഞ്ച് ആവുന്നു. അത്രയും മാത്രമേ നടക്കുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് സോഷ്യൽ ഇഷ്യൂ. റൺ ടൈം എൻവയോൺമെൻറ്റിൽ വരുന്ന ഫസ്റ്റ് ടോപ്പിക്കാണ് സോഷ്യൽ ഇഷ്യൂസ്. അതിനകത്ത് വരുന്ന പോയിൻറ്റ്സിനെ കുറിച്ചാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. അതിൽ ഫസ്റ്റ് വരുന്ന പോയിൻ്റ് ഏതായിരുന്നു? ഫസ്റ്റ് പോയിൻ്റ് പ്രൊസീജിയർ ആയിരുന്നു. രണ്ടാമത്തെ പോയിൻ്റ് ആക്ടിവേഷൻ ട്രീ. തേർഡ് പോയിൻ്റ് ഈസ് സ്കോപ്പ് ഓഫ് ഡിക്ലറേഷൻ. നെക്സ്റ്റ് വൺ ഈസ് കൺട്രോൾ സ്റ്റാക്ക് ആൻഡ് ലാസ്റ്റ് പോയിൻ്റ് ഈസ് ബൈൻഡിങ് ഓഫ് നെയിംസ്. ഓക്കെ, ഇപ്പോൾ നെക്സ്റ്റ് ടോപ്പിക്കിൽ എന്താണ് സ്റ്റോറേജ് ഓർഗനൈസേഷൻ ആൻഡ് സ്റ്റോറേജ് അലോക്കേഷൻ സ്ട്രാറ്റജീസിനെ കുറിച്ച് പറയാം. Thank you for watching.